തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും, ഉറപ്പല്ലേ? ജയിക്കണം. തൃശ്ശൂർ ബോധമുണ്ടാവും, ജനങ്ങൾക്ക് ബോധമുണ്ടെന്ന് ഇതിലറിയാം. സുരേഷ് ഗോപി ജയിക്കണം. തൃശ്ശൂർക്ക് ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടോന്ന് ഈ ഇലക്ഷൻ അറിയാം, ഉറപ്പാ. കേരളത്തില് താമര വരികയോ? പിന്നല്ലാണ്ട് സുരേഷ് ചേട്ടാ ജയിക്കില്ലേ, ഉറപ്പായിട്ട് ജയിക്കും. അല്ലെങ്കിൽ നോക്കണെങ്കിൽ നമുക്ക് സുരേഷ് ഗോപി ജയിക്കുന്നു വിചാരിക്കുന്നു. ആളെന്നെ ആയിരിക്കും ജയിക്കാന്ന് വിചാരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ. കാരണം രണ്ടു കൂട്ടർക്കും വേറെ മാറ്റി കൊടുത്തിട്ടൊന്നും വലിയ ഉപകാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പുതിയൊരാൾക്ക് കൊടുക്കുമ്പോ എന്താണ്ടാവണെന്ന് അറിയാലോ. തൃശ്ശൂരില് വണ്ടിയിൽ കയറുന്നവരൊക്കെ സുരേഷ് ഗോപി എന്ന് പറയുന്നത്, എല്ലാവരും സുരേഷ് ഗോപി ജയിക്കണം എന്ന് പറയുന്നത്. ഒരു മാറ്റം വരാൻ വേണ്ടിട്ട് മൂന്നാളും മോശമില്ല, അടിച്ചുപൊളിച്ച് നടക്കുന്നത്. പൊതുവെ ഉള്ള ആൾക്കാരൊക്കെ പൊതുവെ അഭിപ്രായം പറയുന്നത് സുരേഷ് ഗോപി ജയിക്കുള്ളൂ പറഞ്ഞ എല്ലാരും പറയുന്നത്. ഫാമിലി ടീമൊക്കെ പറയുന്നത് സുരേഷ് ഗോപി ജയിക്കുള്ളൂ പറഞ്ഞ. അവൻ ജയിച്ചാലാ തൃശ്ശൂര് ഒരു മന്ത്രിയായിട്ട് വരുള്ളൂ പറഞ്ഞ, കേന്ദ്രമന്ത്രിയായിട്ട്. മറ്റവരെ കയറി പോയി കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് കഷ്ടമായിട്ടിരിക്കുള്ളൂ പറഞ്ഞ. സുരേഷ് ഗോപി വെച്ചാൽ കുഴപ്പമില്ല പറഞ്ഞ എല്ലാവരും. തൃശ്ശൂരില് എന്റെ ലോക്സഭാ മണ്ഡലം തൃശ്ശൂരല്ല, ആലത്തൂരാണ്. സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ആഗ്രഹം. തൃശ്ശൂരിൽ എങ്ങനെയാണ് പൊതുവെ തൃശ്ശൂരിലിപ്പോ എന്താ വെച്ചാലേ ജനങ്ങൾക്ക് കോൺഗ്രസ്സുകാരെയും ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും മടുത്തു. മനസ്സിലായില്ലേ? ഒരു വികസനം ഇവിടെ വന്നില്ല. ബസ് സ്റ്റാൻഡ്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ തെക്കൻ സ്റ്റാൻഡ്, ഇതൊന്നും നേരാക്കിയിട്ടില്ല. അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ നഗര വികസനമാണ്. സാംസ്കാരിക തലസ്ഥാനമാക്കിയിട്ട് തൃശ്ശൂരിനെ മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു, പ്രത്യേകിച്ച് ലേഡീസ്. ഉൾപ്രദേശങ്ങളിലുള്ള എല്ലാ ലേഡീസും ജാതി മതഭേദമന്യേ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിക്കിട്ടാണ്, BJP എന്നുള്ളതല്ല, സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിക്ക് നല്ല സപ്പോർട്ടുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വരും. നല്ലൊരു മനുഷ്യനാണ്, അഴിമതിയില്ല, നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഈ പ്രാവശ്യം സുരേഷ് ഗോപിനെ തൃശ്ശൂർക്കാർ കൈവിട്ട മണ്ടന്മാരാണെന്ന് വേണം പറയാൻ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാലും നല്ല പോലെ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. തൃശ്ശൂർക്കാരെ എന്താ ചോദിച്ചാലേ, അല്ല ഈ സുരേഷ് ഗോപി കിട്ടുന്നു ചെയ്യുന്നു വിചാരിച്ചിട്ട് എല്ലാവരും ഇരിക്കണ. മിക്കതും സുരേഷ് ഗോപി തന്നെയാവും ജയിക്കുക എന്റെ അഭിപ്രായത്തില്. എല്ലാവരും എങ്ങനെയാന്ന് അറിയില്ലട്ടാ. എന്തേലും മാറ്റം വരണല്ലോ, ആയിരിക്കും നല്ലത്. ഒരു വട്ടം സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് നോക്കുക, എന്നിട്ടുണ്ടാവുന്ന അറിയാലോ. കുറെ നാളായില്ലേ ഇവര് ഭരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കി നോക്കാം, മാറ്റം വരിക അത്ര നല്ലത്. തൃശ്ശൂരില് വികസനം വേണമെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി വേണമെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം.